പുറത്ത് കോരിച്ചൊരിയുന്ന മഴ ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. അത് തുടങ്ങുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടത്തെ പരിപാടികൾ കണ്ടോ. അതെന്നാന്ന് വെച്ചാൽ ഇന്ന് ത്രൂട്ട് മഴയായിരുന്നു. അതുകൊണ്ടാട്ടോ ഇതിലേക്ക് തുനിഞ്ഞത്. കാരണം മഴ പെയ്യണോണ്ട് പിന്നെ ഒന്നും മാവ് അരയ്ക്കോ ഇതൊന്നും ചെയ്യണ്ടല്ലോ. ഇതിന് പരിപ്പോട പോലെയും ഉഴുന്നോട പോലെയും ചെയ്യണ്ടല്ലോ. പെട്ടെന്ന് സവോള അരിഞ്ഞുണ്ടാക്കാലോ. അത് ശരിയാ. ഉള്ളിവടയെന്ന പേരെങ്കിലും ഇത് ശരിക്കും സവോളയാട്ടോ അരിഞ്ഞേക്കണേ. അത് പറയാലോ. അത് സവാളയാണ് എല്ലാരും ചെയ്യണത്. ഞാൻ പറഞ്ഞതാ ഉള്ളിവട എന്നുള്ള പേരിൽ അറിയപ്പെടണത് അല്ലേ. സവോള വടയാണിതാ. ഞങ്ങളുടെ രീതിയിൽ ഞങ്ങള് വളരെ ചെറുതാണ്. അപ്പോൾ ഓരെണ്ണെടുത്ത് കഴിഞ്ഞാൽ അങ്ങ് തീർന്നോളും. ഇപ്പം സവോള വട ഉണ്ടാക്കുവാണ്. മഴ നമ്മൾ വടയുണ്ടാക്കി എണ്ണയൊക്കെ വാലാന്ന് വെച്ച് കട്ടൻ കാപ്പിയും കൂടെ തേർത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ മഴ പെയ്യൂന്ന് പ്രതീക്ഷിക്കാം. പല പല മഴ കഴിഞ്ഞു തോർന്നു. ഇതെല്ലാം കഴിഞ്ഞ് സന്ധ്യക്ക് കാപ്പൂടിക്ക് മതിയല്ലോ എന്ന് ഓർത്താ ഉച്ച സമയത്ത് എങ്ങനെയാണ് വട ഉണ്ടാക്കണത്. ഉച്ച സമയത്ത് ചോറും കറിയല്ലേ പരിപാടി. അന്നേരമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ സമയത്ത് പെയ്യൂന്നുള്ള പ്രതീക്ഷയിൽ ഇത് ഉണ്ടാക്കാം. ഏതായാലും പെയ്തില്ലെങ്കിലും പെയ്താലും ഇത് കഴിക്കണം ഉണ്ടാക്കിയ സ്ഥിതിക്ക് അല്ലേ. മഴയുണ്ടെങ്കിൽ നല്ല കാര്യം. മഴ ഇത് കേൾക്കുന്നുണ്ടാവും വിശ്വസിക്കുന്നു. അത്രയും വിശ്വാസം മഴയ്ക്ക് കൊള്ളാം. അത്രയും വിശ്വാസം വേണോ? ഇപ്പൊക്കെ ഇഷ്ടപ്പെടുന്നത് മിക്കവാറും. അപ്പൊ തട്ടുകടയിലൊക്കെ തിന്നുന്ന പണ്ട് ചെറുതാണ്. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റായി. ഞാൻ അവിടെ മാറ്റി വെക്കട്ടെ കേട്ടോ മുറിയിൽ. എന്നിട്ട് വെച്ചേച്ച് വയ്ക്കും കൊടുക്കാം. അഭിപ്രായം ചോദിക്കാം.